പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പാണ്. നമ്മുടെ കാഞ്ഞായി അബ്ദുള്ള ഭായ് എന്നോട് പറഞ്ഞത് ആ കുട്ടികൾക്കൊക്കെ ഓരോ പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് 10,000 രൂപ അയച്ചു തന്നു. അതിൽ 3,000 രൂപയ്ക്ക് ബ്രെഡും ബാക്കി 7,000 രൂപയ്ക്ക് അരി കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ 3,000 രൂപയ്ക്ക് ബ്രെഡ് വാങ്ങാൻ പോയി 100 ബ്രെഡ് കിട്ടി. അങ്ങനെ 100 ബ്രെഡ് കിട്ടിയപ്പോൾ 100 ടോക്കൺ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് ഓരോ കുട്ടികൾക്കും ടോക്കൺ കൊടുത്തു. അതല്ലെങ്കിൽ വാങ്ങിയ കുട്ടികൾ തന്നെ വീണ്ടും വന്ന് തിരക്കുണ്ടാക്കാതിരിക്കാനാണ് ഈ ടോക്കൺ കൊടുക്കുന്നത്. അങ്ങനെ കുട്ടികളെ ഏകദേശം ഒരു 100 കുട്ടികളൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ആ ഭാഗത്ത് ആ ഒരു ചെറിയൊരു ഏരിയയിൽ അവിടെയുള്ള കുട്ടികൾക്ക് ടോക്കൺ കൊടുത്തു. അങ്ങനെ ടോക്കൺ കൊടുത്തു തുടങ്ങിയപ്പോൾ കൂടുതൽ കുട്ടികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓടി വന്നു തുടങ്ങി. അപ്പോൾ അവർക്കും കൊടുത്തു. കയ്യിലുള്ള ടോക്കൺ മുഴുവൻ തീരുന്നത് വരെ ഞാനങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഓരോ കുട്ടികളും സ്കൂൾ വിട്ട് വന്ന സമയമായതുകൊണ്ട് അവരൊക്കെ വിശന്നിട്ടുള്ളൊരു സമയമായിരുന്നു. പിന്നെ നല്ല ഡ്രസ്സാണ് ആ സമയത്തുണ്ടായിരുന്നത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അങ്ങനെ അവർക്കൊക്കെ ടോക്കൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടോക്കൺ കൊടുക്കുന്നത് ആളുകൾക്കൊക്കെ ഒരു വരി നിർത്തിയിട്ട് അവർക്കൊക്കെ ഓരോ ബ്രെഡ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളങ്ങനെ തയ്യാറെടുത്തു. കുട്ടികളൊക്കെ ടോക്കൺ കിട്ടിയവരൊക്കെ വരിയായി നിന്നു. എൻ്റെ അടുത്ത് കുറച്ചുകൂടി ടോക്കണുകൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ പോയി നിന്നിട്ട് പുതിയതായിട്ട് വരുന്ന ഓടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ പുതിയത് വരുന്ന കുട്ടികൾക്കൊക്കെ ഓരോ ടോക്കണും കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ നിർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 100 ടോക്കണും കഴിഞ്ഞ് എന്നിട്ടും കുട്ടികൾ ബാക്കിയുണ്ടായിരുന്നു, ടോക്കൺ കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ കുട്ടികളൊക്കെ ബാക്കിൽ അങ്ങനെ പോയി നിൽക്കണുണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ ഓടി വരും. അപ്പോൾ അവരെടുത്ത് നമ്മുടെ കയ്യിൽ നിവൃത്തിയില്ലല്ലോ, ആകെ 100 ടോക്കനേ നമ്മുടെ അടുത്തുള്ളൂ. ടോക്കൺ കിട്ടിയ ആളുകളും ചിലപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് കയറാൻ വേണ്ടി വരുമ്പോൾ അപ്പോൾ അവരോട് ബാക്കിലേക്ക് പോകാൻ വേണ്ടി പറയും. അങ്ങനെ വന്ന കുട്ടികൾക്കൊക്കെ ഓരോ പാക്കറ്റിൽ നിന്നും ബ്രെഡ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ എല്ലാ ബർക്കത്തുകളും നമ്മുടെ കാഞ്ഞായി അബ്ദുള്ള ഭായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ. അദ്ദേഹമാണ് ഈ ഒരു കാര്യം നമ്മളോട് പറഞ്ഞത്, ബ്രെഡ് കൊടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ വീടുകളിൽ അരി കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊരു സന്തോഷമാവും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ബ്രെഡ് അരി കൊടുക്കാം, അരി ഒരു 28 വീടുകളിലേക്ക് അരിയും ബാക്കിയുള്ള പൈസ 3,000 രൂപയ്ക്ക് ബ്രെഡ് ഒന്ന് കൊടുത്തു നോക്കുക, എന്താണ് അവിടുത്തെ സ്ഥിതി നമുക്കൊന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. ആ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമുക്കിത് ലൈവായിട്ട് ഇവർക്ക് തന്നെ കൊടുക്കാം. എത്ര എണ്ണം കൊടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് എണ്ണി നോക്കാവുന്നതാണ്. ഏറ്റവും പാവപ്പെട്ട കുട്ടികളാണ്, അഭയാർത്ഥി വീടുകളിലെ കുട്ടികളാണ് ഇതൊക്കെ. അതല്ലാത്ത കുട്ടികൾ, ദരിദ്രരായ കുട്ടികൾ വന്നാൽ അവർക്കും കൊടുക്കുന്നുണ്ട്. അഭയാർത്ഥികൾ മാത്രമല്ല, അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ആളുകളും ഈ ഭാഗത്ത് ചില വീടുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീടുകളിലെ കുട്ടികൾ വരുമ്പോൾ അവർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. വിഭാഗീയതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. പിന്നെ ഇവിടെ അഭയാർത്ഥികളിൽ കൂടുതലും ഈ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മൾ കൂടുതലായിട്ട് പരിഗണന കൊടുക്കുന്നു എന്നുള്ളൂ. കാരണം ഇവർക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് നല്ല ജോലി ചെയ്യാനോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടില്ല. അപ്പോൾ അവർ ഏറ്റവും ചെറിയ തൊഴിൽ, അതായത് പഴയ പാത്രങ്ങൾ, കുപ്പി, ബക്കറ്റ്, പ്ലാസ്റ്റിക് ഇതൊക്കെ പെറുക്കി വിൽക്കുക, അതുപോലെ പച്ചക്കറി മാർക്കറ്റുകളിലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വിൽക്കുക, അതുപോലെ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് വിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഉണക്കമീൻ വിൽക്കുക, അങ്ങനെയുള്ള ജോലികളാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഏകദേശം 5,000 കുടുംബങ്ങളോളം ഇവിടെയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇടയ്ക്കുന്ന ഒരാൾ വന്നതാണ്. അപ്പോൾ അയാളടുത്ത് ടോക്കണും കാര്യങ്ങളൊന്നും ഇല്ല. തൽക്കാലം ആളോട് ബാക്കിൽ നിൽക്കാൻ പറഞ്ഞു. ബാക്കി ഇനി ഉണ്ടെങ്കിൽ കൊടുക്കാം. ഒരു 5-10 ബാക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് തീരെ നിവൃത്തിയില്ലാത്ത ആളുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ചില അമ്മമാർ വരും, അപ്പോൾ അവർക്കും ടോക്കൺ കൊടുത്തിട്ടുണ്ട്. കാരണം അവരെ കുട്ടികളില്ല, നമുക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് വേണമെന്നൊക്കെ പറയുമ്പോൾ അവർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അങ്ങനെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം തീരാറായി. ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കണ്ട. ഈ നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ഞാനിവിടെ അഭയാർത്ഥി ക്യാമ്പിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പോരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ, ഇതുപോലെ എന്ത് വേണമെങ്കിലും, ഇപ്പോൾ ബിരിയാണി കൊടുക്കണമെങ്കിൽ ബിരിയാണി കൊടുക്കാം, ബ്രെഡ് കൊടുക്കണമെങ്കിൽ ബ്രെഡ് കൊടുക്കാം. ബ്രെഡാണ് നല്ലത്, കാരണം എല്ലാവർക്കും വേസ്റ്റ് ആവാതെ കഴിക്കാൻ പറ്റും. പിന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നത് തന്നെയാണ്. അരി 5 കിലോ വീതം നമ്മൾ കൊടുക്കാറുണ്ട് ഓരോ വീടുകളിലേക്കും.
അപ്പോൾ 5 കിലോ അരി കൊടുക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് ആ വീട്ടിൽ പട്ടിണി ഉണ്ടാവില്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ് നമ്മൾ അരി കൊടുക്കാറ്. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു വ്യത്യാസം ഇവർക്കും വേണ്ടേ. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കുമ്പോൾ ബ്രെഡ് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ കുട്ടികൾ ഉണ്ടാവാം. നമ്മൾ സഹായിക്കാൻ നിൽക്കുന്ന ഒരു ലേഡിയാണ് അവിടെ ഉള്ളത്. അവരെ കുട്ടിക്ക് കൊടുത്തതാണ് അവരത് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗത്തുള്ള പിന്നെ 1-2 വയസ്സായ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും നമ്മൾ ടോക്കൺ കൊടുത്തു. ഇവിടുത്തെ ഒരുവിധം തൊട്ടടുത്തുള്ള ഒരുവിധം കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ടോക്കൺ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഏകദേശം ഒരു 100-300 കുട്ടികളെങ്കിലും ഈ ഭാഗത്തുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് 100 ബ്രെഡാണ്. അപ്പോൾ 100 ടോക്കൺ ഞാൻ ആദ്യം കണ്ട കുട്ടികൾക്ക് കൊടുത്തു. അവരാണ് ഇപ്പോൾ ഈ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുണ്ടായിരുന്ന ഒരു 4-5 ബ്രെഡ് കയ്യിൽ ഞാൻ വെച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഇവർക്ക് വീണ്ടും ടോക്കൺ കൊടുത്തിട്ട് അവർക്കായിട്ട് കൊടുക്കുന്നത്. ഇനി എൻ്റെ അടുത്ത് ഉള്ളതൊരു 6 പാക്കറ്റ് ബ്രെഡാണ്. അപ്പോൾ ആകെ ആ 6 പാക്കറ്റ് ബ്രെഡും നമ്മളിതുപോലെ തീരെ ബുദ്ധിമുട്ട് പറഞ്ഞ ആളുകൾക്ക് ആ ടോക്കൺ കൊടുത്തു. അങ്ങനെ ആണ് ആ കുട്ടിക്കൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയതാണ്, വീണ്ടും വന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് 300 കുട്ടികളുടെടുത്ത് 100 ബ്രെഡും കൊണ്ട് വന്ന 200 കുട്ടികൾക്ക് എന്തായാലും കിട്ടാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, കയ്യിലുള്ളതിനനുസരിച്ച് കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവർക്ക് ഒരു പാക്കറ്റ് ബ്രെഡിന് 30 രൂപയുള്ളൂ. അപ്പോൾ ആ 30 രൂപ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ആയിട്ട് അയക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ബ്രെഡ് അവർക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ ഷെയർ ചെയ്യണം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണത്. ഈ കുട്ടികളൊക്കെ ബാക്കിയാണ്. ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട്. ഒരു ദിവസം 500 പാക്കറ്റെങ്കിലും ശരിക്ക് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും എത്തും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ബ്രെഡ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഓരോ 30 രൂപ ഈ ഗൂഗിൾ പേയിലേക്ക് അയയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 100, 200, 300, 50 എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു സഹായമായിരിക്കും. നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹാരിസ് രാജ് എല്ലാവർക്കും നന്മകൾ നേരുന്നു.